ഹലോ ഗായ്സ്, ഞാനിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ BEd പഠിച്ച സമയത്ത് എങ്ങനെ ഈ ലെസൺ പ്ലാനുമായിട്ട് മാച്ച് ചെയ്തിട്ട്, അതായത് നമ്മുടെ ICT റിലേറ്റഡ് ആയിട്ട് എങ്ങനെ വീഡിയോസും അതുപോലെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയാണ് ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. നമ്മുടെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ആരും അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. കാരണം ന്യൂലി ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലേക്ക് വരുന്ന കുട്ടികൾക്ക് എങ്ങനെ നമ്മുടെ PPT പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ICT റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു PPT തയ്യാറാക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോ ലെസൺ പ്ലാനിനും എല്ലാ ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൂടെ സ്റ്റോറി ആയിട്ടോ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ ഇമേജസോ അങ്ങനെ എന്ത് കാണിച്ചായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ തന്നെയാണ് ഞാനും ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വീഡിയോ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ പേര്. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അവരെന്ത് ചെയ്യണം, സ്റ്റുഡൻസ് ആ ഒരു ടോപ്പിക്ക് എന്താണ് ഞാൻ എടുക്കാൻ പോകുന്നുള്ള ടോപ്പിക്ക് അവരെ കൊണ്ട് ഞാനത് പറയിപ്പിക്കണം. അതാണ് എൻ്റെ ടാസ്ക്. സോ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം ആ ഒരു മാർക്കറ്റാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ എന്തായിരിക്കും, പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, ബയേഴ്സ് ഉണ്ടായിരിക്കും, സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പ്രൊഡക്ട്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും പ്രൊഡക്റ്റ്. ക്വാണ്ടിറ്റി വൈസ് കൊടുക്കുന്ന കണ്ടില്ലേ. ബയേഴ്സ് അവരുടെ ഇഷ്ടത്തിന് അതെന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട് ഓരോന്നും. ആൻഡ് ഫിനാൻസ്, നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ, അതായത് ആ ബയ്യർ, സെല്ലർ, പിന്നെ ആരാ വരുന്നത്, അവിടെയുള്ള പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റി, പ്രൈസ്, അതായത് നമ്മുടെ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി വൈസ് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇനി ഞാനൊരു ഇമേജും കൂടെ, നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും സെല്ലർ വരുന്നുണ്ട്, ബയ്യർ വരുന്നുണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടേം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമിലേക്ക് അവരെ എത്തിക്കണം. അവരെ വായിൽ നിന്ന് ആ ഒരു വാക്ക് വീഴണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് കൊണ്ടുവന്നതിലൂടെ മാർക്കറ്റിംഗ് അവിടെ എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളിപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്ന ടേം, പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് അങ്ങനെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഐഡിയാസിൽ എന്താണോ വരുന്നത് അതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ലെസണിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ദെൻ ഞാൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം ഒന്നുകൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് വെച്ച് ട്രഡീഷണൽ സെൻസിലുള്ളതും അതുപോലെ മോഡേൺ സെൻസിലുള്ള മീനിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷന് മുന്നേയും അതുപോലെ സെയിൽസിന് ആഫ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ഈ ഒരു ടേംസ്, ഇപ്പം ഞാനിത് PPT ഇവിടെ കാണിച്ചു കൊടുത്തു. ഈ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാർഡ്സ്, ഫ്ലിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും കാർഡ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഇപ്പം നീഡ് അതുപോലെ വാൺ എന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്ടിവിറ്റി കൊടുക്കാം.
ദെൻ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എക്സ്ചേഞ്ച്, എന്താണ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓഫറിങ്, കമ്മ്യൂണിക്കേഷന്, ഫ്രീഡം, എന്താ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടേം കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത്ര ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അത്ര ചെറിയ ടോപ്പിക് ആയാലും നിങ്ങൾക്ക് മതി ലെസൺ എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക് വൈസ് ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക് വൈസും നിങ്ങൾ ആക്ടിവിറ്റീസ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, ആ കുട്ടിക്ക് ആ ഒരു ടോപ്പിക് എന്താണെന്നുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലെസൺ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ഈ ഒരു ICT എനേബിൾ ആയിട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PPT ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മുടെ ലെസണിൽ ഓരോ ടോപ്പിക്സിനും ആക്ടിവിറ്റീസ് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പസിൽസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു PPTയിൽ ഞാൻ പസിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. പസിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ, ICT എനേബിൾഡ് ലെസൺ പ്ലാൻ എന്ത് ചെയ്യുക, PPT തയ്യാറാക്കേണ്ടത്.